എല്ലാവർക്കും നമസ്കാരം. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അഹില്യനഗരി എക്സ്പ്രസ്സാണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കായംകുളം ജംഗ്ഷനിൽ നിന്നൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഇവിടെ ട്രെയിൻ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്ന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തായിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. എറണാകുളം കൊല്ലം മെമു പ്ലാറ്റ്ഫോം നമ്പർ 4 വരികയാണ്. മെമുവിന് കയറാൻ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 8:50 എനിക്ക് വളരെ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇതാണ് ട്രെയിൻ. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 8:50 കായംകുളത്ത് നിന്ന് എടുക്കുന്ന കായംകുളം എറണാകുളം പാസഞ്ചറാണിത്. ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഈ സൈഡിലാണ് വർക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ക്രെയിനൊക്കെ കിടപ്പുണ്ട് ദൂരെ. ശബരി എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കാം. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ട്രെയിൻ അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. കൃത്യം 8:50 തന്നെ എടുത്തു. ലോക്കോ ഒരു WG9 ആണ്. അപ്പം അത് എറണാകുളം എത്തിയിട്ട് അടുത്ത് പോയി കാണാം. ട്രെയിൻ അങ്ങനെ ആലപ്പുഴ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കുറേ ട്രാക്കൊക്കെ കയറി ഇറങ്ങിയാണ് ഇപ്പം ഇങ്ങോട്ട് റൂട്ടിലോട്ട് കയറിയത്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ ട്രെയിൻ കിടന്നത്. ട്രെയിൻ സ്പീഡ് എടുത്ത് തുടങ്ങി. അടുത്ത സ്റ്റോപ്പുള്ളത് ചേപ്പാടാണ്. ചേപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ചേപ്പാട് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഹരിപ്പാടാണ്.
ചേപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ് ഹരിപ്പാടിലോട്ട്. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പായ ഹരിപ്പാടിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടോട്ടൽ 2 പ്ലാറ്റ്ഫോമാണുള്ളത്. അപ്പോൾ ട്രെയിൻ വരുന്നത് ഒന്നിലോട്ടാണ്. ഈ റൂട്ടിലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഹരിപ്പാട്. ഇവിടെ ഇപ്പോൾ ആളുകളൊന്നുമില്ല, ട്രെയിനൊന്നും വരാനില്ലാത്തതുകൊണ്ടായിരിക്കും. അവിടെ നെയിം ബോർഡ് കാണാം ഹരിപ്പാടിൻ്റെ. കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ്. ഹരിപ്പാട് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിൻ്റെ സ്റ്റോപ്പാണ് കരുവാറ്റ. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തകഴിയാണ്. കരുവാറ്റ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് തകഴി. തകഴിയും കഴിഞ്ഞിട്ടാണ് അമ്പലപ്പുഴ വരുന്നത്. തകഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കരുവാറ്റയുടെ പോലെ തന്നെ ഒരു സെയിം കോപ്പി സ്റ്റേഷനാണ് തകഴി. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമ്മുടെ തകഴിയുടെ ഒരു നെയിം ബോർഡ് അവിടെ കാണാം. അടുത്ത സ്റ്റോപ്പാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഹരിപ്പാടിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അമ്പലപ്പുഴയും. ഈ റൂട്ടിൽ പോകുന്ന മിക്ക ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കയറാൻ അത്യാവശ്യം ആളുകളുമുണ്ട്. അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. ഇനി ആലപ്പുഴ എത്താൻ ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ, പുന്നപ്ര. പുന്നപ്ര കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയാണ്. പുന്നപ്ര സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്.
ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള റെയിൽവേ സ്റ്റേഷനാണ് പുന്നപ്ര. ഇത് കഴിഞ്ഞാൽ തന്നെ ആലപ്പുഴയായി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം എറണാകുളം പാസഞ്ചർ. അപ്പോൾ ഈ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ആലപ്പുഴ. മെയിൻ സ്റ്റേഷനാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങാനും ഉണ്ട് കയറാനും ഉണ്ട്. ഈ ട്രെയിനിൽ വന്നവരാണ് ഈ ഇറങ്ങിപ്പോകുന്നതൊക്കെ. അതുപോലെ തന്നെ കുറേ പേര് കയറാനും ഉണ്ട്. അങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. ആലപ്പുഴയുടെ ഒരു നെയിം ബോർഡ് അവിടെ കാണാം, ആലപ്പുഴ. നല്ല കാറ്റാണ് അടിക്കുന്നത്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് തുമ്പോളി. തുമ്പോളിയിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നേരത്തെ മുതലേ ഉണ്ട്, മിക്കവാറും പെയ്യും. ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ ട്രെയിൻ കലവൂർ എത്തിയിരിക്കുകയാണ്. തുമ്പോളി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് കലവൂർ. മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ അടുത്തായിട്ടെത്തുന്നത്. മാരാരിക്കുളത്തിൻ്റെ നെയിം ബോർഡ് അതിനിടയ്ക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. മാരാരിക്കുളം എത്തി. ട്രെയിൻ അങ്ങനെ മാരാരിക്കുളത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട് കേട്ടോ, ക്ലിയറായിട്ട് കാണാം. ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ വരുന്നത്. വിടുന്നുകൊണ്ട് അത്യാവശ്യം പേരൊക്കെ കയറാൻ. ആലപ്പുഴ കഴിഞ്ഞ എല്ലാ സ്റ്റേഷനിൽ നിന്നും അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടായിരുന്നു. ചേർത്തലയിൽ നിന്നും ട്രെയിൻ എടുക്കുകയാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കും.
വയലാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ചേർത്തല കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് വയലാർ. കുറച്ച് പേരൊക്കെ വയലാറിൽ നിന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാനും ആളുണ്ടായിരുന്നു. അടുത്ത സ്റ്റോപ്പാണ് തുറവൂർ. അപ്പോൾ തുറവൂരിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഇതുവരെ വന്നിടത്തെല്ലാം ആ സൈഡിലായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായി പ്ലാറ്റ്ഫോം. ഇത് കുറച്ച് വലിയ പ്ലാറ്റ്ഫോമാണ്, വലിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ചേർത്തലയും തുറവൂരുമാണെന്ന് തോന്നുന്നു അത്യാവശ്യം മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ റൂട്ടിൽ. എഴുപുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് കയറാനുണ്ട്. ഇതാണ് എഴുപുന്ന റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇപ്പോൾ അരൂരെത്തിയിരിക്കുകയാണ്. എഴുപുന്ന വേണ്ടിയുള്ള അടുത്ത സ്റ്റോപ്പാണ് അരൂർ. അരൂർ റെയിൽവേ സ്റ്റേഷൻ. അരൂർ പാലത്തിലേക്ക് ട്രെയിൻ കയറുകയാണ്. അപ്പം അപ്പുറത്ത് ഹൈവേ കാണാം. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പാലം ഉള്ളത്.
കുമ്പളം റെയിൽവേ സ്റ്റേഷൻ എത്തി. എറണാകുളം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണ് കുമ്പളം. ഈ സംഭവമൊക്കെയുള്ള കുമ്പളം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കൊള്ളാമല്ലേ? അപ്പം ഇതാണ് അവസാനത്തെ സ്റ്റോപ്പ് ഈ ട്രെയിനിൻ്റെ. ഇത് കഴിഞ്ഞ് നേരെ എറണാകുളം ജംഗ്ഷനാണ്. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങാറുണ്ട്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായി കേട്ടോ. ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഡോദരയിൽ ഒരു WAG9 കിടപ്പുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോയും WAG9 തന്നെയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4-ലോട്ടാണെന്ന് തോന്നുന്നു ട്രെയിൻ കയറുന്നത്. ഞാനിവിടെ തിരിച്ച് കൊല്ലത്തോട്ട് പോകുന്നത് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ്. അതാണ് ഈ കിടക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 5-ൻ്റെ 6-ൻ്റെ നടുക്കായിട്ട്. അങ്ങനെ എറണാകുളം ജംഗ്ഷനെത്തി. ഇനിപ്പോയി ലോക്കോ കാണാം, അടുത്ത് പോയി കാണാം. WAG9 ആണ്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WAG9 KJMൻ്റെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കായംകുളം എറണാകുളം പാസഞ്ചറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മൈജിയുടെ പരസ്യത്തിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.